ഹായ്, കേരളത്തിൽ പെരുന്നാൾ എങ്ങനെ തീരുമാനിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് എല്ലാവരും ആകാശത്ത് ചന്ദ്രനെ നോക്കുന്നത്? ചന്ദ്രനെ കണ്ടാൽ മാത്രം എന്തുകൊണ്ട് പെരുന്നാൾ പ്രഖ്യാപിക്കുന്നു? വെൽക്കം ടു വേൾഡ് സ്കോപ്പ് മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയാൻ പോകുന്നത് പെരുന്നാൾ ചന്ദ്രനെ നോക്കി തീരുമാനിക്കുന്നതിന്റെ പിന്നിലെ യഥാർത്ഥ കാരണമാണ്. ഇസ്ലാമിക കലണ്ടർ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ്. അതായത് ഓരോ മാസം തുടങ്ങുന്നത് പുതിയ ചന്ദ്രൻ കാണുമ്പോഴാണ്. റമദാൻ മാസത്തിലെ അവസാന പുതിയ ചന്ദ്രൻ കാണുമ്പോൾ അടുത്ത ദിവസം പെരുന്നാൾ ആയിരിക്കും. പഴയ കാലങ്ങളിൽ കലണ്ടർ ആപ്പും ടെക്നോളജിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആളുകൾ നേരിട്ട് ആകാശത്തേക്ക് ചന്ദ്രനെ നോക്കിയാണ് പുതിയ മാസം ആരംഭിച്ചതെന്ന് ഉറപ്പിച്ചത്. ഇന്നും പല രാജ്യങ്ങളിൽ മൂൺ സൈറ്റിംഗ് ഒഫീഷ്യലി കൺഫേം ചെയ്ത ശേഷമാണ് പെരുന്നാൾ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാകും, എന്തുകൊണ്ട് ചില രാജ്യങ്ങളിൽ വേറെ ദിവസവും കേരളത്തിൽ വേറെ ദിവസവും പെരുന്നാൾ വരുന്നു? കാരണം ചന്ദ്രൻ എല്ലാ സ്ഥലത്തും ഒരേ സമയത്ത് കാണണമെന്നില്ല. ലൊക്കേഷൻ, വെതർ, ക്ലൗഡ് എന്നിവയെ ആശ്രയിച്ച് മോൾ വിസിബിലിറ്റി മാറും. സയൻസ് പ്രകാരം ചന്ദ്രന്റെ സൈക്കിൾ ഏകദേശം 29.5 ദിവസമാണ്. അതുകൊണ്ട് ഇസ്ലാമിക് മന്ത് ചിലപ്പോൾ 29 ദിവസവും ചിലപ്പോൾ 30 ദിവസവും ആകുന്നത്. അപ്പോൾ ചന്ദ്രനെ നോക്കി പെരുന്നാൾ തീരുമാനിക്കുന്നത് ഒരു ട്രഡീഷൻ മാത്രമല്ല, അതിന് പിന്നിൽ ഹിസ്റ്ററിയും സയൻസും റിലീജിയനും എല്ലാം ഉണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. ഇനിയും ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യൂ വേൾഡ് സ്കോപ്പ് മലയാളം.